അഡ്വക്കേറ്റ് ഹസ്കർ പറഞ്ഞതും അതുപോലെ ഡോക്ടർ GB ഹരി പറഞ്ഞതും താങ്കൾ പൂർണ്ണമായും കേട്ടിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. ഉല്ലാസ് ബാബു മുസ്ലിം ന്യൂനപക്ഷ വർഗീയതയെ ആളിക്കത്തിച്ച് ഇടതു വലതു മുന്നണികൾ പരസ്പരം മത്സരിക്കുകയായിരുന്നു നിലമ്പൂരിൽ. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടിക്ക് UDFൽ അസോസിയേറ്റ് മെമ്പർഷിപ്പ് പോലും വാഗ്ദാനം ചെയ്തിരിക്കുന്നു. മാത്രമല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ബന്ധം സുദൃഢമാക്കാനാണ് തീരുമാനം. അധികാരത്തിലെത്താൻ യാതൊരു തത്വദീക്ഷയുമില്ലാത്ത രാഷ്ട്രീയം കളിക്കുന്നത് ശരിയാണോ? BJPയുടെ കാഴ്ചപ്പാട് എന്താണ്? അല്ല, ബഹുമാനായിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതാവും വക്താവും ഒപ്പം തന്നെ ഇടതുപക്ഷ നിരീക്ഷകനുമായിട്ടുള്ള ബഹുമാനായിട്ടുള്ള ശ്രീ ഹസ്കർജിയും പറഞ്ഞ വാക്കുകൾ ഞാൻ കേട്ടിരുന്നു. പക്ഷെ നമ്മൾ ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആദ്യം തന്നെ ഞാനൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് EVM മെഷീനാണ്. കാരണം ആ പാവപ്പെട്ടവൻ സുഖമായിട്ടൊന്ന് പെട്ടിയിൽ ഇരുന്നോട്ടെ കുറച്ച് കാലം. കാരണം എന്താ വെച്ചാൽ ഇനി അത് ശരിയായില്ല, ചിരിച്ചില്ല, കളിച്ചില്ല, കരഞ്ഞില്ല, പിണങ്ങിയില്ല എന്നും പറഞ്ഞിട്ട് സുപ്രീം കോടതിയുടെ പടിയിലേക്ക് KC വേണുഗോപാൽ രാഹുൽ ഓടൂല്ലല്ലോ. അപ്പോൾ ഇപ്രാവശ്യം കുഴപ്പമൊന്നുമില്ല തോന്നുന്നു. EVM മെഷീൻ പെർഫെക്റ്റ് ആയിരുന്നു എന്നുള്ളതും ഒന്നും മനസ്സിലാക്കിയാൽ കൊള്ളാം. രണ്ടാമത്തെ കാര്യം, ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം എന്ന് പറയപ്പെടുന്നത് ഒരു സംശയലേശം നമുക്ക് പറയാൻ സാധിക്കും. എന്താണ്? തീവ്രവാദ സ്വഭാവമുള്ള വർഗീയ സംഘടനയ്ക്ക് ജനാധിപത്യവൽക്കരണം നടത്തിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് ഇതിനെ കാണേണ്ടത്. തെരഞ്ഞെടുപ്പ് വിജയമായിട്ടാണ് കാണേണ്ടത്. ആരാണ് ആ തീവ്രവാദ സ്വഭാവമുള്ള മതവാദത്തിൻ്റെ വക്താക്കളായിട്ടുള്ള വർഗീയവാദികൾക്ക് ജനാധിപത്യവൽക്കരണം കൊടുത്തുകൊണ്ട് ഇവരാണ് രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാകുന്നു, ഇവരെല്ലാം തിരുത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞത് കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനം ആ മത തീവ്രവാദികളെ പിടിക്കാനുണ്ടായ കാരണം കൂടി നമ്മൾ നോക്കണം. അത് ആഴത്തിൽ പഠിക്കണം. ബഹുമാനായിട്ടുള്ള ശ്രീ GB ഹരി അദ്ദേഹം പറഞ്ഞു, വിജയം മത തീവ്രവാദികളുടേതല്ലേ എന്ന ആ ജനൻ TVയുടെ തലക്കെട്ട് ശരിയല്ല. അദ്ദേഹം തുടക്കം പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു. എന്താണ് സാർ, പൂർണ്ണമായിട്ട് അതാണല്ലോ ശരി. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആദ്യ ദിനം മുതലുള്ള ഇങ്ങോട്ടെടുക്കുമ്പോൾ പകുതിയിൽ എന്തുകൊണ്ടാണ് സാർ നിങ്ങൾ വികസനത്തെ മറന്നത്? പകുതിയിൽ എന്തുകൊണ്ടാണ് സാർ നിങ്ങൾ മലയോര കർഷകൻ്റെ വിഷയം മറന്നത്? പകുതിയിൽ എന്തുകൊണ്ടാണ് സാർ നിങ്ങൾ വന്യമൃഗങ്ങളൊക്കെ വിട്ടുകൊണ്ട് നേരെ വർഗീയവാദത്തിലേക്ക് ഷിഫ്റ്റ് ഉണ്ടായത്? അതിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരമെന്ന് പറയപ്പെടുന്നത് പരിപൂർണമായി പരാജയപ്പെടുമെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടായ സമയത്ത് മത തീവ്രവാദികളെ കൂട്ടുപിടിച്ചാലും വേണ്ടില്ല, തീവ്രവർഗീയവാദികളെ കൂട്ടുപിടിച്ചാലും വേണ്ടില്ല, മതരാഷ്ട്രവാദത്തെ അംഗീകരിച്ചാലും വേണ്ടില്ല, ഞങ്ങൾക്കിവിടെ ജയിച്ചാൽ മതി എന്ന രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ റിസൾട്ടാണ് 11,000 ചെല്ലുവാനം വോട്ടുകൾക്ക് നിങ്ങൾ വിജയിച്ചു എന്ന് പറയപ്പെടുന്നത്. അവിടെയാണ് ഞാൻ പറയുന്നത്, ഈ വിജയമെന്ന് പറയപ്പെടുന്നത് ഭാവി കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ വർഗീയവാദത്തിൻ്റെ വിത്തുകളാണ് കോൺഗ്രസ് പാകിയിട്ടുള്ളത്. അല്ല, ഇവരിതിന് മുൻപ് പാകിയിട്ടുണ്ട്, ഇല്ലാത്ത കാര്യമൊന്നുമല്ല. ഇതേ ജമാഅത്തെ ഇസ്ലാമിയെയും ഇതേ PDPയെയും ഇതേ INLനെയും ഇതേ മുസ്ലിം ലീഗും ഇതേ മറ്റ് സംഘടനകളും ഒക്കെ ഇവർ രണ്ട് പാർട്ടികളും ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി ഒക്കെ തിരുത്തി പാല് കൊടുത്തിട്ടുണ്ട്. ആ ചരിത്രമൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. എന്തിനാണ് ഈ ഇടതുപക്ഷം എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ സംവിധാനം PDPയെ കൂട്ടുപിടിച്ചത്? കൃത്യമായി അനിൽ നമ്പ്യാർ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. നിലമ്പൂരിൽ 100 വോട്ട് തികച്ചില്ലാത്തൊരു പാർട്ടിയാണ് PDP. പിന്നെ അവരെന്തിനാണ് അവരെ കൂട്ടുപിടിച്ചത് എന്ന് പറഞ്ഞാൽ, തീവ്രവാദക സംഘടനകൾ കോൺഗ്രസിന്റെ കൂടെയല്ല, ഞങ്ങളുടെ കൂടെയും ഉണ്ട് അതിതീവ്രവാദ സ്വഭാവമുള്ള ആളുകൾ. അതുകൊണ്ട് ഞങ്ങൾക്കും നിങ്ങൾ വോട്ട് ചെയ്തുകൊള്ളൂ എന്നൊരു മെസ്സേജ് കൊടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് 100 വോട്ട് തികച്ചില്ലാത്ത PDP ഇവർ കൂട്ടുപിടിച്ചത്. പീഡിപ്പിക്കട്ട പാർട്ടി എന്ന് പറയപ്പെടുന്നവരുടെ പഴയകാല ഇവരുടെ തന്നെ നേതാക്കന്മാരുടെ സ്റ്റേറ്റ്മെന്റുകളൊന്നും എടുത്താൽ നമുക്കതിനെക്കുറിച്ച് PDPയെ കുറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ പറഞ്ഞ കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഈ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് തന്നെ ഉമ്മൻചാണ്ടി പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാലോ. ഈ നാടിനെ ഏറ്റവും വലിയ വിപത്താണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞത് കോൺഗ്രസിന്റെ മുൻകാല മുഖ്യമന്ത്രിയും മരിച്ചുപോയ വ്യക്തിയുമായിട്ടുള്ള ബഹുമാനായ ശ്രീ ഉമ്മൻചാണ്ടി ആയിരുന്നു എന്നുള്ളത് ബഹുമാനായിട്ടുള്ള ശ്രീ GB ഹരി നിങ്ങൾ മനസ്സിലാക്കണം. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ കേരളത്തിൽ 4 വോട്ടുകൾക്ക് വേണ്ടി തീവ്രവാദ സ്വഭാവമുള്ളവരെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ രാഷ്ട്രീയം കളിക്കുന്നത്? നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് കേരളത്തിനകത്ത് വികസനം എന്ന് പറയപ്പെടുന്ന കാഴ്ചപ്പാടിൽ നിന്ന് മാറി ചിന്തിച്ച് ഇത്ര കാലം 9 വർഷം നിങ്ങൾ പ്രതിപക്ഷത്തുണ്ടായിരുന്നില്ലേ? ഭരണപക്ഷത്തിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഭരണവിരുദ്ധ വിഭാഗ വോട്ടുകളെ നിങ്ങളുടെ പോക്കറ്റിലേക്ക് ആക്കാൻ സാധിക്കാത്തത് ആരുടെ കുറ്റം കൊണ്ടാണ്? പ്രാപ്തിയില്ലാത്ത, കഴിവില്ലാത്ത, കാഴ്ചപ്പാടില്ലാത്ത പ്രതിപക്ഷം 9 വർഷമായിരുന്നത് കൊണ്ടല്ലേ നിങ്ങൾക്ക് കൃത്യമായി അത് കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടായത്? അതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ മത തീവ്രവാദ ശക്തികളെ നിങ്ങൾ കൂട്ടുപിടിച്ചത്? അതിന് മറുപടിയായി സതീശൻ എന്താണ് പറഞ്ഞത് സാർ? അദ്ദേഹം പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി ഇപ്പം അങ്ങനെയല്ല. എങ്ങനെയല്ല?
അവരുടെ പ്രഖ്യാപിത പ്രത്യയശാസ്ത്രമായിട്ടുള്ള മതവാദത്തിൽ നിന്നോ അവരുടെ തീവ്ര വർഗീയ സ്വഭാവത്തിൽ നിന്നോ ഏതെങ്കിലും തരത്തിൽ ഒരു ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇവർ മാറിയിട്ടുണ്ടോ? ജമാഅത്തെ ഇസ്ലാമി മാറിയിട്ടുണ്ടോ? നിങ്ങൾ പറ. അവർ മാറിയെന്നും അവർ ഉദ്ദേശിക്കുന്ന പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് അവർ മാറ്റി ചിന്തിച്ചുവെന്നും ഒരു സ്റ്റേറ്റ്മെന്റ് അവർ ഇറക്കിയതായിട്ട് അനിൽ നമ്പ്യാർ നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ? പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് അവരെല്ലാം തിരുത്തി എന്ന് പറയപ്പെടുന്നത്? അപ്പൊ വി.ഡി. സതീശനോട് നമുക്ക് ചോദിക്കാനുള്ള, തിരുത്താനുള്ള കരിമരുന്ന് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നുള്ള ബോധ്യം കൂടി നമ്മൾ ഉണ്ടാവണം. എന്ന് പറഞ്ഞാൽ ഈ വക വൃത്തികേടുകൾ പരിപൂർണമായി ഈ നാട്ടിൽ വെച്ചു പുലർത്തിയിരുന്നു ഇവർ. അവർ തിരുത്തി എന്ന് പറയപ്പെടുന്നത് പരിപൂർണമായി നുണയാണ്. ഇന്ന് അവർക്ക് ജനാധിപത്യ ബോധമുണ്ടെന്നാണ് ഇവർ പറയുന്നത്, അതും പരിപൂർണമായി നുണയാണ്. അവരുടെ ബോധം എന്ന് പറയപ്പെടുന്നത് മതരാഷ്ട്രം വളർത്താനുള്ള പ്രവൃത്തിയുമായി മുന്നോട്ട് പോകുന്നു. അതിനവർ എന്തു ചെയ്യുന്നു? മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് കൈപിടിച്ചു കൊടുക്കുന്ന പ്രവൃത്തി ചെയ്യുന്നു. അതിന് ഇടതനായാലും വലതനായാലും ഈ വിഭാഗങ്ങൾക്ക് കൈ കൊടുത്തുകൊണ്ട് പറയുന്നു, നിങ്ങൾക്കും എന്തുമാവാം, ഞങ്ങൾക്ക് വോട്ട് തന്നാൽ മതി. ഈ രാഷ്ട്രീയത്തെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇത് ഭാവി കേരളത്തിന് വലിയ വിപത്താണെന്നേ. ഭാവി കേരളത്തിനകത്ത് മറ്റ് ഇതര സമൂഹമായിട്ടുള്ള ക്രിസ്തീയ വിഭാഗമായിക്കോട്ടെ, ഹൈന്ദവ വിഭാഗമായിക്കോട്ടെ, യഥാർത്ഥ മുസ്ലിം ആയിക്കോട്ടെ, ഇവർക്കൊക്കെ ഈ തീവ്രവാദ വർഗീയവാദ സ്വഭാവക്കാരുടെ ഈ ജനാധിപത്യവൽക്കരണം വലിയ വിപത്താണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് പറയുന്ന സമയത്ത് ബി.ജെ.പിക്കാർ വർഗീയവാദം പറയുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് കൃത്യമായി 3000 വോട്ട് അവിടെ കൂടിയില്ലേ? എന്നിട്ടും നിങ്ങളുടെ വോട്ടിൽ എത്ര വ്യത്യാസമുണ്ട് ഒന്ന് പറഞ്ഞ. കോൺഗ്രസിന്റെ പ്രകാശൻ മത്സരിച്ചതിൽ നിന്ന് ഇത്തവണത്തിലേക്ക് വരുമ്പോൾ എത്ര വോട്ടിന്റെ വ്യത്യാസമുണ്ട് സാർ? ആര്യാടൻ ചൗക്കത്ത്, ഞങ്ങൾ ചോദിച്ചോട്ടെ, കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള ആര്യാടൻ ചൗക്കത്ത് 11,000 വോട്ടുകൾക്ക് ജയിച്ചു. നിങ്ങൾ വീരവാദം അടിച്ചിരുന്നത് ഇതൊന്നും ആയിരുന്നില്ല. പോട്ടെ, ജയം തന്നെ ജനാധിപത്യ വ്യവസ്ഥയിൽ. ആ ആര്യാടൻ ചൗക്കത്തിന്റെ വാക്കുകൾ നിങ്ങൾ ഒന്ന് ശിരസാവഹിച്ചു നടപ്പിലാക്കാൻ പറയൂന്നേ. എന്താ വാക്കുകള്? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയപ്പെടുന്ന മൃദുവർഗീയവാദം കൊണ്ട് നടക്കുന്ന വിഭാഗത്തിന്റെ തങ്ങന്മാരെന്ന് പറയപ്പെടുന്നത് കള്ളന്മാരാണെന്നും അവർ ഊതി കൊടുക്കുന്ന പ്രവൃത്തിയുണ്ട് എന്നും കള്ള സന്യാസിമാരുടെ പോലെ തന്നെയാണ് അവരെന്നും അതുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞിട്ടുള്ള ഈ ഷൗക്കത്തിന്റെ വാക്കുകൾ ഇനിയിപ്പോ MLA നേതാവിനത് നിയമസഭയിൽ ഉന്നയിക്കാലോ അല്ലെ? മുസ്ലിം ലീഗിന്റെ തങ്ങന്മാരെന്ന് പറയപ്പെടുന്നവരെ പരിപൂർണമായി എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണമെന്ന് അദ്ദേഹം ഒന്ന് സഭയിൽ പറഞ്ഞാൽ വളരെ കൊള്ളാം. കാരണം അദ്ദേഹത്തിന്റെ വാക്കുകൾ അദ്ദേഹം തിരുത്തിയിട്ടൊന്നുമില്ലല്ലോ. മാറ്റി പറഞ്ഞിട്ടുണ്ടോ അനിൽ നമ്പ്യാരെ? മാറ്റി പറഞ്ഞിട്ടില്ല. അപ്പൊ തങ്ങന്മാരെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള നിലപാട് ഷൗക്കത്ത് നിയമസഭയിൽ എടുക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും പ്രത്യാശിക്കാം. ഇടതുപക്ഷവും വലതുപക്ഷവും ഒരു നാണയത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് പരസ്പര സഹായ സഹകരണ മുന്നണിയായി പ്രവർത്തിക്കുന്നത് കേരളത്തിൽ നമ്മൾ ചർച്ച ചെയ്യണം. അതിന് ഒരു വർഗീയവാദി എന്ന് വിളിക്കും, മതവാദികളൊക്കെ വിളിക്കും, വിളിച്ചോട്ടെ. എത്ര കാലമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയെയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളെയും ഇവർ ഇങ്ങനെ ഈ സൂത്രപ്പണിയിലൂടെ മാറ്റി നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് ഈ വിഭാഗത്തിനോട് മോശമായി പ്രവർത്തിച്ച്, ഈ വിഭാഗത്തെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന പോലെ പ്രവർത്തിച്ച് ഒരു വിഭാഗത്തെ തോളത്ത് വെച്ച് ഇവർ കൊണ്ടു നടന്നിട്ടുണ്ട്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയപ്പെടുന്ന വർഗീയ സംഘടന തന്നെ ഒരു സംശയമില്ല പരിപൂർണമായിട്ട് ജാതി ഉണ്ട്, ജാതി ഭക്ഷിച്ച്, ജാതി വിസർജിച്ച്, ജാതിയിലൂടെ ജീവിച്ചു കൊണ്ടുപോകുന്ന ഒരു ശൈലി തന്നെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കൊണ്ട് നടന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് ഇടതുപക്ഷം ഈ PDP പോലെയുള്ള INL പോലെയുള്ള ഇത്യാദി വർഗ്ഗങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് അവരും ഒപ്പത്തിനൊപ്പം മത്സരിക്കുകയായിരുന്നു. എന്നിട്ട് ഇപ്പോൾ ഇടതുപക്ഷം ജമാഅത്തെ ഇസ്ലാമി ശരിയല്ല എന്ന് പറഞ്ഞു. ഇതേ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖമായിട്ടുള്ള വെൽഫെയർ പാർട്ടിയുടെ നേതാവ് കൃത്യമായിട്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിരുന്ന് പറഞ്ഞില്ലേ? എന്താ പറഞ്ഞത്? ഒടിയേരി ബാലകൃഷ്ണനും ഞങ്ങളും അടക്കമുള്ള ആളുകൾ ഗസ്റ്റ് ഹൗസിൽ ഇരുന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന സ്ഥലങ്ങളിൽ നമ്മൾ മത്സരിച്ചില്ലേ, ഒന്നായി മത്സരിച്ചില്ലേ, ഒരുമിച്ച് മത്സരിച്ചില്ലേ, അതൊക്കെ നിങ്ങൾ മറക്കണം. നിങ്ങൾക്ക് എന്താണ് ഓർമ്മയില്ലാത്തതെന്ന് ഈ ഗോവിന്ദൻ മാഷോട് ഈ പാർട്ടിയുടെ നേതാവ് ഇന്ത്യയിലെ വെൽഫെയർ പാർട്ടി ആളുകൾ പറഞ്ഞത്. ഇപ്പോൾ സതീശൻ എന്ന് വ്യക്തമായിരിക്കുന്നു. എന്താ വ്യക്തമാക്കി പറഞ്ഞത്? ഞങ്ങൾ ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഇത് തുടരും എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അല്ല, ഉല്ലാസ് ബാബു ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടുകൾ മാത്രമല്ല SDPIയുടെ വോട്ടുകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. SDPIയുടെ വോട്ടുകളും കിട്ടിയിട്ടുണ്ട്. SDPIക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ടുകൾ ഇക്കുറി കിട്ടിയിട്ടില്ല. ആ വോട്ടുകളും UDFിലേക്കാണ് പോയത്. പാലക്കാട് നമ്മൾ കണ്ടതല്ലേ, ആദ്യം തെരുവിലിറങ്ങി ആഹ്ലാദ പ്രകടനം നടത്തിയതാരാ? ബഹുരസാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ SDPIയുടെ വോട്ട് സ്വീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ വിവാദവും തർക്കവും ഉണ്ടാക്കിയ സമയത്ത് വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്നൊക്കെ തగ్గടിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ വന്നു. ഇവർ പരസ്യമായിട്ട് രഹസ്യമായിട്ടൊക്കെ വോട്ട് മേടിച്ചിട്ടുണ്ട്. അവരുടെ വർഗീയവാദത്തിന് കൂട്ടുനിന്നിട്ടുണ്ട്. അവരുടെ വേട്ടം കെട്ടുകൾക്കൊക്കെ സ്വകാര്യ പിന്തുണയും കൊടുക്കുന്ന ആളുകൾ തന്നെയാണ് ഇവർ. ഇപ്രാവശ്യം ഇവരെന്ത് ചെയ്തു? SDPIയുടെ ഒരു നേതാവിനെ പിടിച്ച് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മത്സരത്തിൽ നടത്തി. ഞാൻ എടക്കര പഞ്ചായത്തിൽ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള സമയത്താണ്
ഈ വർഗീയവാദികളായിട്ടുള്ള SDPI നേതാക്കന്മാരുടെ ജാഥ നടന്നു പോകുന്നത്. 10,000-3000 പേര് 100% അതിനകത്ത് ജാഥയിലുണ്ട്. അപ്പോൾ പലയിടത്തും വന്ന് നടന്ന് ഇവർക്ക് പറയാം. എന്നിട്ട് അവർക്ക് കിട്ടിയ വോട്ട് എത്രയാണ്? പേരിന് സ്ഥാനാർത്ഥിയെ നിർത്തി അവരുടെ പിന്തുണയില്ല എന്ന് പൊതുസമൂഹത്തിനെ കബളിപ്പിക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ നാടകം കളിച്ച് പരിപൂർണമായിട്ട് അവരുടെ വോട്ടുകൾ കൂടി അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തിലൂടെ വാങ്ങിച്ചെടുത്ത് മതവർഗീയവാദം മാത്രം ഉപയോഗിച്ചു. അതായത് പഞ്ചായത്ത് കണക്കിന്, വാർഡ് കണക്കിന്, വീട് കണക്കിന് മത തീവ്രവാദം മാത്രം പ്രചരിപ്പിച്ചുകൊണ്ടാണ് കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടി ഈ വിജയം ഇവിടെ നേടിയിരിക്കുന്നത്. നിങ്ങൾ ഈ വിജയം നേടുമ്പോൾ ഒരു കാര്യം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. സാധാരണക്കാരായിട്ടുള്ള മതേതര വിശ്വാസികളായ, ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള കേരള സമൂഹത്തിൻ്റെ മുകളിൽ നിങ്ങൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന പുതിയ രാഷ്ട്രീയ തന്ത്രമെന്ന് പറയപ്പെടുന്നത് ഭിന്നിപ്പിക്കുന്നവൻ്റെ തന്ത്രമാണ്, വർഗീയതയുടെ തന്ത്രമാണ്, പരസ്പരം പോരടിക്കാനുള്ള തന്ത്രമാണ്. അത് ഭാവി കേരളത്തിന് ഭൂഷണമല്ല എന്നുള്ളത് കോൺഗ്രസ് പാർട്ടി ഇനിയെങ്കിലും മനസ്സിലാക്കട്ടെ. ഇനി കോൺഗ്രസ് പാർട്ടി മനസ്സിലാക്കിയില്ലെങ്കിലും പൊതുജനത്തോട് ഇത് വിളിച്ചു പറയേണ്ട ഉത്തരവാദിത്തം BJPക്ക് ഉണ്ട്. BJP അവിടെ പൊളിറ്റിക്കലി മത്സരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പൊളിറ്റിക്കൽ വോട്ട് തന്നെയാണ് അവിടെയുള്ളത്. നിലമ്പൂരിൽ ഞങ്ങൾക്ക് വോട്ട് കുറവായിരുന്നു. അത് ഞങ്ങളുടെ സംഘടനാ സംവിധാനത്തിൽ ഞങ്ങൾക്ക് കുറച്ച് വോട്ടുള്ളൂ. അതിന് പല കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ പറയുന്നത് ഇപ്പോൾ ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ അത് BJPയുടെ ആയിട്ടുള്ള കാരണങ്ങളൊന്നുമല്ല കേട്ടോ. അവിടുത്തെ രാഷ്ട്രീയ കാരണങ്ങൾ ചില വിഭാഗങ്ങളുടെ അടിമത്തത്തിലേക്ക് ഈ കോൺഗ്രസും CPM കൊണ്ട് എത്തിക്കുന്നതിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് അവിടെ വോട്ട് കുറവാണ്. ആ വോട്ട് ഞങ്ങൾ കൃത്യമായി പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇവരുടെ രാഷ്ട്രീയം വളരെ കൃത്യമായി പഠിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. ഇനിയിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താ പറയുന്നത്? അവർ പറയുന്നത് വർഗീയവാദികളാണ് എൻ്റെ തെരഞ്ഞെടുപ്പിൽ ആഘോഷിക്കുന്നത് എന്നതിൽ ഞാൻ സന്തോഷവാനാണ്. ആരാ സ്വരാജ് പറഞ്ഞ? എൻ്റെ അനിൽ നമ്പ്യാർ. എനിക്ക് പറയാനുള്ളത് ബഹുമാനായ ശ്രീ ഹസ്കർ, അദ്ദേഹത്തിനോട് എനിക്ക് എന്താ പറയുക, നമുക്ക് പറയുന്നതിലൊരു പരിധിയുണ്ട്. വളരെ സ്വയം വിമർശനാത്മകമായിട്ട് തന്നെയാണ് സംസാരിച്ചത് കേട്ടോ. സാംസ്കാരിക നേതാക്കന്മാർ അസ്കർ തെറ്റുപറ്റി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ അസ്കറിന്റെ ആർജവത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. കേരളത്തിലെ അസ്കർജി, കേരളത്തിലെ അച്ഛൻ അമ്മയെ കൊല്ലുമ്പോഴും, അമ്മ അച്ഛനെ കൊല്ലുമ്പോഴും, ചേട്ടൻ ചേച്ചിയെ കൊല്ലുമ്പോഴും, ചേച്ചി ചേട്ടനെ കൊല്ലുമ്പോഴും, കാമുകൻ കാമുകിയെ കൊല്ലുമ്പോഴും, MDMA കഴിച്ച 5, 6, 7 ആളുകളെ ഒരു വീട്ടിൽ കൊല്ലുന്ന സമയത്തും, ആഭ്യന്തരം തകർന്നു തരിപ്പണമായിരിക്കുന്ന സമയത്തും, അതേപോലെ തന്നെ വ്യവസായ വകുപ്പായിക്കോട്ടെ, ധനകാര്യ വകുപ്പായിക്കോട്ടെ, വിദ്യാഭ്യാസ വകുപ്പായിക്കോട്ടെ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പായിക്കോട്ടെ, തൊഴിൽ വകുപ്പായിക്കോട്ടെ, അതേപോലെ തന്നെ ഏത് വകുപ്പാണ് എങ്കിലും എല്ലാ വകുപ്പും പരിപൂർണമായി പരാജയപ്പെട്ടപ്പോഴേ ഒരക്ഷരം മിണ്ടാത്ത സാംസ്കാരിക നേതാക്കന്മാരെന്നല്ല പറയേണ്ടത്, സാംസ്കാരിക വക്താക്കൾ, അവരെല്ലാം ഒന്നടങ്കം അങ്ങനെ വരിയായിട്ട് പോയി നിന്നില്ല. നിലമ്പൂർ ഒരു പുസ്തകം വായിക്കുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് പുസ്തകം വായിച്ചുകൊണ്ടായില്ല ചേട്ടാ. ഭരിക്കുന്ന 9 വർഷം ജനങ്ങളോട് കാണിച്ച നീതികേടുകൊണ്ടാണ് പുസ്തകം വായിച്ച് വീട്ടിലിരുന്നോളാൻ ജനങ്ങൾ പറഞ്ഞത്. അവിടെ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു. പൊളിറ്റിക്കലി BJPക്കും ഉണ്ടായിട്ടുണ്ട്. സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കും ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വോട്ടുകൾ പോക്കറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കിയിട്ടുള്ള കോൺഗ്രസ് വർഗീയ രാഷ്ട്രീയ പാർട്ടിയുടെ കൂട്ടുപിടിച്ചുകൊണ്ട് മതതീവ്രവാദത്തിൻ്റെ എക്സ്ട്രീം വിഭാഗം, നിങ്ങൾ ആലോചിച്ച് നോക്കണം, അത്രയും എക്സ്ട്രീം വിഭാഗം എന്ത് ക്രൂരതയാണെന്നറിയോ GV ഹരിഭായ് നിങ്ങൾ പാർട്ടി ചെയ്തിട്ടുള്ളത്. ഈ കേരളത്തോടൊന്നും നിങ്ങൾ ചെയ്യരുത്. കാതറിട്ട് നിങ്ങൾ ജനങ്ങളെ ചതിക്കുകയാണ്, വഞ്ചിക്കുകയാണ്. അത്രയ്ക്കധികം തീവ്രവാദത്തിൻ്റെ ആഴത്തിൽ ഇറങ്ങിപ്പോയിട്ടുള്ള ആ സ്വഭാവമുള്ള ആ പാർട്ടിയെ നിങ്ങൾ തോളത്ത് വെച്ച് നിങ്ങൾ ഉമ്മവെക്കുന്നില്ലേ, അവർ തിരിച്ചു കടിക്കും, കഴുത്തിൽ കടിക്കും. കാരണം അവരുടെ പ്രത്യയശാസ്ത്രവും അവരുടെ ചിന്താഗതിയും അവരുടെ സങ്കല്പങ്ങളും ഈ രാജ്യത്തിന് വിരുദ്ധമാണ്, ഈ നാടിന് വിരുദ്ധമാണ്. പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലത്തിലാണ് ഈ ദേശദ്രോഹ ശക്തികളുമായി നിങ്ങൾ കൂട്ടുകൂടിയത് എന്നുള്ളതും കൂടി ഇത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. അതൊരു ദേശീയ വിഷയം തന്നെയാണ്. ഈ രാജ്യദ്രോഹികളുമായി സഹകരിച്ച് കോൺഗ്രസ് നേടിയിട്ടുള്ള ഈ തട്ടിപ്പ് വിജയം, അതാണ് നമുക്ക് പറയാനുള്ളത്. ഞങ്ങളതിനെ പൊളിച്ചടക്കും. അതിന് നിങ്ങൾ ഞങ്ങളെ വർഗീയവാദി എന്ന് വിളിച്ചാൽ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, ഞങ്ങളത് സ്വീകരിക്കും. ഒരു പ്രയാസം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം.